ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. രാജ്യത്തെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന സംഘപരിവാര ഫാസിസ്റ്റുകളുടെ കുടില ബുദ്ധിയാണ് വഖഫ് ഭേദഗതി ബിൽ 2024. സ്വതന്ത്ര പരമാധികാര മതേതര റിപ്പബ്ലിക്കിനെ സവർണാധിപത്യ ചാതുർവർണ്ണ്യ മതാധിഷ്ഠിത റിപ്പബ്ലിക്കാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരുടെ ഗൂഢതന്ത്രം തിരിച്ചറിയുക. വഖഫ് കയ്യേറ്റ ഭൂമിയോ കവർച്ച ചെയ്തെടുത്ത സ്വത്തോ അല്ല. സമൂഹത്തിന്റെ പൊതുനന്മ ഉദ്ദേശിച്ചുകൊണ്ട് വിശ്വാസി വിശുദ്ധവും മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി തങ്ങൾക്കേറെ പ്രിയപ്പെട്ടതിൽ നിന്നും ദൈവപ്രീതി കാംക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് സമർപ്പിക്കുന്ന സ്വത്താണ് വഖഫ്. വഖഫ് സംരക്ഷണം സാമൂഹിക സുരക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യമുയർത്തി SDPI വഖഫ് സംരക്ഷണ റാലിയും മഹാസമ്മേളനവും ന്യൂനപക്ഷങ്ങളെ മർദ്ദിച്ചൊതുക്കുന്ന കാഴ്ച മനസ്സിൽ പതിഞ്ഞിട്ടും മാറി നിൽക്കുന്നോരെ ചാരത്തുമെത്തിടും തീർച്ച. പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കിയവർ ബുൾഡോസർ രാജിലൂടെ നിരപരാധികളുടെ വീടും സ്ഥാപനങ്ങളും നിലം പരിശാക്കിയവർ നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിച്ച് മസ്ജിദുകളും ചർച്ചുകളും തച്ചു തകർക്കുന്നവർ ഇവർ രാജ്യത്തെ അപകടപ്പെടുത്തുകയാണ്. ഫാഷിസത്തിന്റെ മൂർദ്ധമായ കരാളഹസ്തങ്ങളിൽ നിന്ന് നമുക്ക് രാജ്യത്തെ വീണ്ടെടുക്കാം. മഹത്തായ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നമുക്ക് മാതൃരാജ്യത്തിനു വേണ്ടി കൈകോർക്കാം. വരൂ സഹോദര, സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കു വേണ്ടിയുള്ള, നീതിക്കു വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ നമുക്ക് കൈകോർക്കാം. നീതിക്കു വേണ്ടി പൊരുതാൻ, നാടിനെ രക്ഷിച്ചെടുക്കാൻ, ഒരുമിച്ചു ചേരാം, ഒന്നിച്ചു നിൽക്കാം, ഉഷിരോടെ അടിവെച്ചു നീങ്ങാം. SDPI മുന്നിലായി നടന്ന് എരിയും മനസ്സിനോടൊട്ടി നിന്ന് വഖഫ് സംരക്ഷണം സാമൂഹിക സുരക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യമുയർത്തി SDPI വഖഫ് സംരക്ഷണ റാലിയും മഹാസമ്മേളനവും സംഘടിപ്പിക്കുകയാണ്. ഭരണകൂടം കാട്ടും അനീതിക്കറുതി വേണം. ജീവൻ വെടിഞ്ഞും കണ്ണീരുവാക്കും നമ്മൾ ഭയക്കുന്നതാരേ. വർഗീയ ഫാസിസ ഭരണകൂടം കാട്ടും അനീതിക്കറുതി വേണം. രാജ്യത്തെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന സംഘപരിവാര ഫാസിസ്റ്റുകളുടെ കുടില ബുദ്ധിയാണ് വഖഫ് ഭേദഗതി ബിൽ 2024. സ്വതന്ത്ര പരമാധികാര മതേതര റിപ്പബ്ലിക്കിനെ സവർണാധിപത്യ ചാതുർവർണ്ണ്യ മതാധിഷ്ഠിത റിപ്പബ്ലിക്കാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരുടെ ഗൂഢതന്ത്രം തിരിച്ചറിയുക. SDPI സിന്ദാബാദ്, SDPI സിന്ദാബാദ്, വഖഫ് സംരക്ഷണ റാലി സിന്ദാബാദ്, വഖഫ് സംരക്ഷണ റാലി സിന്ദാബാദ്. വംശവെറിയുടെ വഖഫ് ബില്ല്, വംശവെറിയുടെ വഖഫ് ബില്ല്, RSSൻ ഗൂഢ അജണ്ട, RSSൻ ഗൂഢ അജണ്ട, സംഘിപ്പടയുടെ ഭീകര ബില്ലുകൾ, സംഘിപ്പടയുടെ ഭീകര ബില്ലുകൾ, ചവറ്റുകുട്ടയിൽ എറിയും വരെയും, ചവറ്റുകുട്ടയിൽ എറിയും വരെയും തുടരും ഞങ്ങൾ പ്രതിഷേധം, തുടരും ഞങ്ങൾ പ്രതിഷേധം. ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, SDPI സിന്ദാബാദ്, SDPI സിന്ദാബാദ്. സാമൂഹിക സുരക്ഷയ്ക്ക് SDPI സംഘടിപ്പിക്കുന്ന വഖഫ് സംരക്ഷണ റാലിയും മഹാസമ്മേളനവും. ഈ സമ്മേളനം ഉദ്ഘാടകർമ്മ നിർവഹിക്കുന്നതിനായി ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും മുജ് ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ ഉസ്താദ് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൗലവി അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സമ്മേളനം ശ്രവിക്കുന്ന മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികൾക്കും എൻ്റെ സമാധാനത്തിൻ്റെ അഭിവാദ്യങ്ങൾ. ഈ സമ്മേളനത്തിൻ്റെ ബഹുമാനീയനായ അധ്യക്ഷൻ, ഈ വേദിയെയും സദസ്സിനെയും ധന്യമാക്കിയിരിക്കുന്ന ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്നലെ കേരളത്തിൻ്റെ ബഹുമാനീയനായ വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് സാറും ഞാനും കൂടി ആലുവ പ്രയാറിൽ ഒരു സമ്മേളനത്തിൽ സംബന്ധിച്ചു. അവർ പാലിയേറ്റീവ് സെൻ്ററിൻ്റെ ഉദ്ഘാടനമായിരുന്നു.
കിടപ്പ് രോഗികളെ ഉപകരണങ്ങളെല്ലാം കൊടുത്തേച്ച് സഹായിക്കുന്ന ഒരു നല്ല പദ്ധതി 8 വർഷമായി നടക്കുന്നതാണ്. അപ്പോൾ ഇന്നലെ അദ്ദേഹം ബഹുമാനപ്പെട്ട മന്ത്രി സംസാരിച്ചപ്പോൾ കിടപ്പ് രോഗികൾ ശരീരം അവശരായി കിടക്കുന്നു, ശുശ്രൂഷിക്കുന്നവർ മാനസികമായി അവശത അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി മാനസിക അവശത അനുഭവിക്കുക. ഇവിടെ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് പോരാൻ നേരത്ത് 2 ടെൻഷൻ. ഒന്ന് വിളിയോട് വിളി. SDPIയുടെ സമ്മേളനത്തിന് ഉസ്താദ് പോന്നോ എന്ന് ചോദിച്ചു. പിന്നെ ട്രാഫിക് തടസ്സം. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ SDPI രാഷ്ട്രീയത്തിലുള്ള ആളല്ല, SDPIയിലും ഇല്ല, ഒരു രാഷ്ട്രീയത്തിലുമില്ല. എല്ലാ രാഷ്ട്രീയത്തോടും ദക്ഷിണ കേരള ജമിയത്തുലമയ്ക്ക് സമദൂര സിദ്ധാന്തമാണ് ഉള്ളത്. ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് വിധേയത്വം കാണിച്ച് അവരിൽ നിന്ന് എന്തെങ്കിലും അധികാരം നേടിയെടുക്കണമെന്നോ ദക്ഷിണ കേരള ജമിയത്തുലമ ഈ കാലം വരെ ആഗ്രഹിച്ചിട്ടില്ല. എന്തെങ്കിലും വന്നെങ്കിലും ഇങ്ങനെ പുറകെ വഴിയേ വന്നിട്ടേ ഉള്ളൂ. അതപ്പോൾ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്നൊക്കെ പറഞ്ഞത് അന്നത്തെ വകുപ്പ് മന്ത്രി KT ലജി സാഹിബിനോട് ഞാൻ സേവനം ചെയ്തോടെ എന്നെ ആ ചുമതല ഏൽപ്പിക്കരുത് എന്ന് ആവർത്തിച്ച് പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള ഇടത് വലത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടി ഒരുമിച്ച് സംയുക്തമായി സമ്മർദ്ദം ചേർത്തപ്പോൾ ഏറ്റെടുത്ത് പോയതാണ്. ഇപ്പോൾ ഞാൻ സ്വയം ഒഴിഞ്ഞു മാറുകയാണ്. അതിലൊക്കെ ഒരു മെമ്പറാകാൻ പോലും ഇന്നത്തെ വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ സാഹിബ് ഒന്നാമതായി ഹജ്ജ് കമ്മിറ്റിയിൽ എൻ്റെ പേരെഴുതി വെച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ട് റിക്വസ്റ്റ് ചെയ്തതിനെ ഒഴിവാക്കുക, ഞാൻ സേവനം ചെയ്തോളാം. അപ്പോൾ ദക്ഷിണ കേരള ജമിയത്തുലമ ആ നയമാണുള്ളത്. ഇവിടെ SDPIയുടെ പ്രവർത്തകർ പല സമ്മേളനങ്ങളും എന്നെ ക്ഷണിക്കാറുണ്ട്. ഞാൻ സൂത്രത്തിൽ ഒഴിഞ്ഞു മാറുക പതിവ്. എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞു. ഒരു സമ്മേളനത്തിൽ സംബന്ധിച്ചു. അത് പൗരത്വ ഭേദഗതിക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധ സമ്മേളനം രാജ്ഭവൻ്റെ മുമ്പിൽ വെച്ച് നടത്തിയപ്പോൾ അത് ഞാൻ സംബന്ധിച്ചു. അത് SDPIയുടെ സമ്മേളനത്തിൽ മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടി സംഘടിപ്പിച്ച സമ്മേളനങ്ങളിലും ഞാൻ സജീവമായി സംബന്ധിക്കുമായിരുന്നു. CPI സംഘടിപ്പിച്ച സമ്മേളനത്തിലും സമ്മേളിച്ചെന്ന് മാത്രമല്ല, ഭരണഘടനയുടെ ആമുഖം വായിച്ചു കൊടുക്കുന്നത് പോലും ഞാനായിരുന്നു പല സമ്മേളനങ്ങളിലും. കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഇവരൊക്കെ സംഘടിച്ച എല്ലാ സമ്മേളനങ്ങളിലും. കാരണം ആ രാഷ്ട്രീയമല്ല അതിൻ്റെ പിന്നിലുള്ളത്, ആ പ്രമേയമാണ്. ഇവിടെ SDPIയുടെ രാഷ്ട്രീയമല്ല, അതിവിടെ അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനും ഒക്കെ പറഞ്ഞു. എനിക്ക് രാഷ്ട്രീയത്തോടുള്ള പ്രതിബദ്ധതയല്ല, ഈ പ്രമേയമാണ്. വഖഫ് ഭേദഗതി ബില്ലിനെതിരായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി രംഗത്ത് സമരമുഖത്ത് വന്നത് ദക്ഷിണ കേരള ജമിയത്തുലമയാണ്. ആദ്യമായി രാജ്ഭവന്റെ മുമ്പിൽ പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിക്കുകയും ഇതൊരു തുടക്കമാണ്. ഈ സമ്മേളനത്തിൻ്റെ അലകൾ ആഴവും പരപ്പുമുള്ള ഒരു ജലാശയത്തിൽ ഒരു ചെറിയ പൊടിക്കല്ലെടുത്തിട്ടാൽ അതിൻ്റെ ഓളം നാനാഭാഗത്തും പരന്ന് എത്തുന്നത് പോലെ ദക്ഷിണ കേരള ജമിയത്തുലമ ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരായിട്ട് രാജ്ഭവന്റെ മുമ്പിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഈ സമരത്തിൻ്റെ അലകൾ ഇന്ത്യ രാജ്യം മൊത്തം അത് എത്തും എന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു ആ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ ആ അല, ആ ഓളത്തിൻ്റെ ഒരു ഭാഗമാണ് ചരിത്രം ചിറകുവിരിച്ചു നിൽക്കുന്ന ഈ കന്റോൺമെന്റിൽ ഈ മഹാസമ്മേളനം നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിനോട് രാഷ്ട്രീയ പ്രതിബദ്ധത ഉള്ളതുകൊണ്ടല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കും വേണ്ട. ബഹുമാനപ്പെട്ട SDPI സംഘടനയിലെ പ്രിയപ്പെട്ട പ്രവർത്തകരും എന്നെക്കുറിച്ച് അങ്ങനെ ധരിക്കരുത് എന്നുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞു, മുസ്ലിം പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു കാര്യം വ്യക്തമാണ്, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി ജോർജ് അഞ്ചാമൻ്റെ കുഞ്ചിരോമത്തിന് പിടിച്ച് കുലുക്കിക്കൊണ്ട് ബക്കിംഗ്ഹാം കൊട്ടാരത്തെ കിടിലം കൊള്ളിച്ചുകൊണ്ട് സിംഹത്തെ അതിൻ്റെ കൂട്ടിൽ കയറി പിടിക്കുന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട്, ഹേ ജോർജ് എന്ന മനുഷ്യ,
എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം അനുവദിക്ക്, അല്ലെങ്കിൽ 6 അടി മണ്ണ് അനുവദിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച മൗലാന മുഹമ്മദ് അലിയുടെ സമുദായമാണ് ഈ സമുദായം. അതാരും വിസ്മരിച്ചു കളയരുത്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അദ്ദേഹം 2 താലൂക്കുകളെ സംയോജിപ്പിച്ച് നിലമ്പൂര് കേന്ദ്രമാക്കി ഒരു രാജ്യം തന്നെ സ്ഥാപിച്ച് ബ്രിട്ടീഷുകാരനെ വെല്ലുവിളിച്ചയാളാണ്. അദ്ദേഹത്തെ ബ്രിട്ടീഷ് പട്ടാളം നയപരമായി കീഴ്പ്പെടുത്തിയിട്ട് നിങ്ങളെ അങ്ങ് മക്കയിലേക്ക് അയക്കാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ ഹാജിയാണ്, മക്ക എനിക്ക് വലിയ ഇഷ്ടമാണ്, പവിത്രമായ ഭൂമിയാണ്. പക്ഷെ ഇവിടുന്ന് മക്കയിലേക്ക് നാടുകടത്തപ്പെട്ട് എൻ്റെ ജീവൻ നിലനിർത്തുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും അഭിമാനം നിങ്ങളുടെ വെടിയുണ്ടയേറ്റ് ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി മരിച്ചു വിടലാണ്. കോട്ടക്കുന്നിൻ്റെ ചരികിൽ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണും കയ്യും കെട്ടിയപ്പോൾ, ബ്രിട്ടീഷുകാരായ എൻ്റെ കണ്ണും കയ്യും അഴിച്ചു വിട്, നിങ്ങൾ നേർക്ക് നേരെ വെടി വെച്ചോ എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാരൻ്റെ വെടിയുണ്ട ഏറ്റുവാങ്ങിച്ച് കെരുമ ചൊല്ലി മരിച്ചു വീണ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ അനുയായികളായിരിക്കുന്നവരൊക്കെ 5 ലക്ഷത്തിലധികം മുസ്ലിങ്ങൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ അർപ്പണം ചെയ്തു എന്നാണ് ചരിത്രം. പക്ഷെ ഇന്ത്യയുടെ ചരിത്രം ഇന്ന് തമസ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യക്ക് ചരിത്രം എഴുതിയത് നമ്മളായിരുന്നില്ല, ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണ് ഈ രാജ്യത്തിന് ചരിത്രം എഴുതിയത്. രാജ്യത്തിന് ചരിത്രമില്ലാത്ത പോരായ്മ പരിഹരിക്കാൻ വേണ്ടി ആയിരുന്നില്ല ബ്രിട്ടീഷുകാരൻ ചരിത്രം എഴുതി തന്നത്, മറിച്ച് അവൻ കൈയടക്കിയ കോളനികൾ ലാഭകരമായി ഭരിക്കാൻ വേണ്ടിയായിരുന്നു. ഇന്ത്യക്ക് യഥാർത്ഥമായ ചരിത്രമുണ്ട്. ഇന്ത്യ മഹാരാജ്യം പവിത്രമായൊരു രാജ്യമാണെന്നും ഇന്ത്യക്ക് പവിത്രമായൊരു സംസ്കാരമാണുള്ളതെന്നും അംഗീകരിക്കാത്ത, സമ്മതിക്കാത്ത ഒരാളും 140 കോടി ഇന്ത്യൻ ജനങ്ങളിൽ ഒരാളും ഉണ്ടാകത്തില്ല. മുസ്ലിങ്ങൾ തീരെയില്ല. ഞാൻ ഈയിടെ ഒരു പത്രത്തിന് അഭിമുഖം കൊടുത്തപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞു, ഇന്ത്യയുടെ ദേശീയത, ഇന്ത്യയുടെ മതനിരപേക്ഷത, ഇന്ത്യയുടെ ബഹിസ്വരത, ഇന്ത്യയുടെ ജനാധിപത്യം, ഇന്ത്യയുടെ മതേതരത്വം അംഗീകരിക്കാത്ത ഒരാളും ഈ കേരളത്തിലില്ല, ഇന്ത്യയുടെ ഒരു ഭാഗത്തുമില്ല എന്ന്. കാരണം അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പ്രവാചകൻ പഠിപ്പിച്ചത് ഹുബ്ബുൽ വത്നി മിനൽ ഈമാൻ, ജന്മനാടിനെ സ്നേഹിക്കൽ ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പൊ ഈ രാജ്യത്തിനെ വിരുദ്ധമായി ചിന്തിക്കുകയോ രാജ്യ താല്പര്യത്തിന് എതിരായി നീങ്ങുകയോ ചെയ്താൽ അവൻ ഇസ്ലാമിൽ ബർത്തില്ല, അവൻ്റെ ഇസ്ലാം പൂർണ്ണമല്ല എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ആരും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാനില്ല, ആരും അനീതിയെ പ്രോത്സാഹിപ്പിക്കാറില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ രാജ്യം, പക്ഷെ ഒരു കാര്യമുള്ളത്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ, ഇന്ത്യയുടെ ആദ്യത്തെ നിയമകാര വകുപ്പ് മന്ത്രി ഡോക്ടർ B.R. അംബേദ്കർ ഒരു പ്രവചനം നടത്തി ഭരണഘടന സമർപ്പിച്ചിട്ട്, ഭരണഘടന എത്ര നല്ലതായിരുന്നാലും ഭരണഘടനയനുസരിച്ച് ഭരിക്കുന്നവർ അതിന് മൂല്യം കൽപ്പിക്കുന്നില്ല, അതിൻ്റെ അന്തസ്സാരത്വം നിലനിർത്തുന്നില്ലെങ്കിൽ ഭരണഘടന നല്ലതല്ല. ഒരു ഭരണഘടന എത്ര മോശമാണെങ്കിലും അതനുസരിച്ച് രാജ്യം ഭരിക്കുന്നവർ നന്നായി രാജ്യം ഭരിക്കുമെങ്കിൽ ആ ഭരണഘടന വളരെ മെച്ചപ്പെട്ടതാണ്. ഇന്ന് വഖഫ് ഭേദഗതി ബില്ല്, ഏക സിവിൽ കോഡ്, പൗരത്വ ഭേദഗതി, ഇതിലൂടെയൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സാരത്വം കളഞ്ഞുകുടിക്കുകയല്ലേ. ഡോക്ടർ B.R. അംബേദ്കർ പറഞ്ഞത് പകൽ വെളിച്ചം പോലെ പ്രോജ്വലമായി പുലരുകയല്ലേ. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭകൾ, പവിത്രമായ സഭകൾ, പാർലമെന്റിന്റെ 2 സഭകളിലും ഈ ബില്ല് അവതരിപ്പിക്കപ്പെടുന്നതോടുകൂടി ഈ ഭരണഘടനയുടെ അസ്തിത്വമല്ലേ തകർക്കപ്പെടുന്നത്. ചിന്തിക്കണം. ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോ അമൃത്സറിൽ അമേരിക്കയുടെ സൈനിക വിമാനം ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ചില വിമാനത്തിൽ വരുന്നവരുടെ കാലുകളിൽ ചങ്ങലയും കൈകളിൽ വിലങ്ങും കിടക്കുന്നു. ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റുമായി ഒരു ചർച്ച നടത്തി, പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ട് വന്നു. പക്ഷെ അദ്ദേഹം വരുമ്പോഴും
ഈ പറയുന്ന അവിടുത്തെ അനധികൃത കുടിയേറ്റക്കാർ എന്ന് പറഞ്ഞിട്ട് ആളുകളെ അയക്കുകയാണ്. ഞാൻ ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞു, അമേരിക്കയും മുസ്ലിങ്ങളുമായി വലിയ ബന്ധമുണ്ട്. അത് സ്പെയിൻ പണ്ഡിതനായ അല്ലാമ ഇബ്നു റുഷ്ദ്, അദ്ദേഹം മാലിക്കി മദ്ഹബിലെ മുഫ്തിയായിരുന്നു. അദ്ദേഹം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 2 അസ്തമനത്തിൻ്റെയും 2 ഉദയത്തിൻ ഉടമസ്ഥനായ അള്ളാഹു, 2 ഉദയത്തിൻ്റെയും 2 അസ്തമനത്തിൻ്റെയും ഉടമസ്ഥനായ അള്ളാഹു എന്ന ഖുർആൻ വാക്യം റബ്ബുൽ മശ്രിഖൈൻ റബ്ബുൽ മഗ്രിബൈൻ, ഇനി ഒരു വൻകര കണ്ടെത്താനുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും കൊളംബസിന്റെ യാത്രയ്ക്ക് പ്രചോദനം നൽകുകയും ചെയ്തു. അങ്ങനെയാണ് അമേരിക്ക വൻകര കണ്ടെത്തിയിട്ടുള്ളത്. ആ അമേരിക്കയിൽ നിന്ന് ഭൂമി എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്, പ്രകാശം എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്, വെള്ളവും വായും എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. അവിടെ സാങ്കേതികത്വം പറഞ്ഞിട്ട് ആളുകളെയൊക്കെ നാടുകടത്തുകയും വിലങ്ങ് വെക്കുകയും കാലിൽ ചങ്ങലയിടുകയും ചെയ്യുന്ന എത്ര വലിയ അനീതിയാണ്, എത്ര സംസ്കാരശൂന്യമാണ്. അത് ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞത്, ഇന്ത്യ മഹത്തായൊരു പാരമ്പര്യമുള്ള രാജ്യമാണ്. ഋഷിവര്യന്മാരുടെ നാട് എന്ന അർത്ഥത്തിന് ആർഷഭാരതം എന്നീ രാജ്യം വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. മഹാമുനിമാരുടെ പൈതൃകമുള്ള രാജ്യമാണിത്. ലോക സംസ്ഥ സുഖനോ ഭവന്തു, ഇതായിരുന്നു അവരുടെ മുദ്രാവാക്യം. ലോകത്തെ മുഴുവൻ ജനങ്ങളെയും, മുഴുവൻ ജീവജാലങ്ങളെയും, മുഴുവൻ സസ്യങ്ങളെയും ഒക്കെ ഒരു കുടുംബത്തിലെ അംഗമായി കാണുകയും അതിനൊക്കെ അംഗീകരിക്കുകയും അവർക്ക് ആവശ്യമായ ജീവിത സ്വാതന്ത്ര്യമൊക്കെ അനുവദിച്ചു കൊടുക്കുകയും ചെയ്ത മഹാമുനിമാരുടെ തനതായ പാരമ്പര്യമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. 938 ഇന്ത്യ ആക്ട് നിലവിൽ വരുന്നത് വരെയും ഈ രാജ്യം കുറെ കാലം ഭരിക്കപ്പെട്ടിരുന്നത് മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിലാണ്. ആ മനുസ്മൃതിയിലേക്കാണോ ഇപ്പോൾ രാജ്യം മടങ്ങിപ്പോകുന്നത് എന്ന് ഇപ്പോഴത്തെ വാർത്തകൾ കേൾക്കുകയും വായിക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. അത് ഇന്ത്യയുടെ സംസ്കാരത്തിന് നിൽക്കുന്നതല്ല. ഈ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവരൊക്കെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നത്, ബഹുമാനിക്കപ്പെടുന്നത് ഈവൻ അമേരിക്കയിൽ ഉൾപ്പെടെ ഒരു മതേതര രാഷ്ട്രത്തിൻ്റെ, ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ എന്ന നിലയിലാണ്. സാഹിത്യകാരന്മാർ ഇന്ത്യ മഹാരാജ്യത്തെ വിശേഷിപ്പിച്ചത് ഉദ്യാനം എന്നാണ്. വിവിധ തരത്തിലുള്ള ചെടികൾ, പൂക്കൾ, മരങ്ങൾ, നദികൾ, ഇതെല്ലാം കൂടി ഒത്തിണങ്ങുന്നതിനാണ് ഉദ്യാനം എന്ന് പറയാറുള്ളത്. അതുപോലെ നമസ്കാരത്തഴമ്പും ചന്ദനക്കുറിയും കുരിശും സിഖുകാരുടെ ദാടിയും തലപ്പാവും എന്ന് വേണ്ട മുഴുവൻ ചിഹ്നങ്ങളും ഒത്തുണങ്ങുന്ന ഒരു വലിയ രാജ്യം. അങ്ങനെ അറേബ്യയിൽ നിന്ന് തൗഹീദിന്റെ കാഹളവും മുടക്കി കൊണ്ടുവന്ന മുസ്ലിങ്ങളെ ഈ രാജ്യം സാധിച്ചു. യൂറോപ്പിൽ നിന്ന് കുരിശിന്റെ സംസ്കാരവുമായി വന്ന ക്രൈസ്തവ സമൂഹത്തെ ഈ രാജ്യം സ്വാഗതം ചെയ്തു. മധ്യേഷ്യയിൽ നിന്ന് ഇറുകേത സൂക്തങ്ങൾ ഉരുവിട്ടു വന്ന ആര്യ സമൂഹത്തെ ഈ രാജ്യം സ്വാഗതം ചെയ്തു. ഐതിഹ്യത്തിൽ ഒരു കഥയുണ്ട്, ആ രാമരാവണ യുദ്ധം എന്ന്. അല്ല, ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ആര്യ ദ്രാവിഡ യുദ്ധമാണ്. ഇന്ത്യയുടെ അടിസ്ഥാന വർഗമായ ദളിതുകളെ, ദ്രാവിഡന്മാരെ ആര്യ സമൂഹം അടിച്ചോടിച്ചു ഈ രാജ്യത്തിന്റെ ആധിപത്യം കൈക്കലാക്കി. അതിന് അങ്ങനെയുള്ള ഒരു യുദ്ധമാണെന്ന ഇന്ത്യയുടെ ചരിത്രത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. ഇന്ത്യയുടെ ചരിത്രം ഇപ്പോൾ പലർക്കും അറിയില്ല. വാടക ചരിത്രകാരന്മാർ നമുക്ക് ചരിത്രം എഴുതുന്നുണ്ട്, സിനിമ ആർട്ടിസ്റ്റുകൾ ചരിത്രം എഴുതുന്നുണ്ട്. ഇന്ത്യയുടെ യഥാർത്ഥമായ ചരിത്രം കണ്ടെത്തണം. ഇന്ന് മാർക്കില്ലാത്തവർക്ക് കടന്നുകൂടാനുള്ള ഒരു സബ്ജക്റ്റായി ചരിത്രം അതിപ്പതിച്ചിരിക്കുന്നു, ഹിസ്റ്ററി. അത് മാറണം. ഇന്ത്യയുടെ യഥാർത്ഥമായ ചരിത്രം കണ്ടെത്തിയാൽ, അത് പഠിപ്പിച്ചാൽ, അത് പഠിച്ചാൽ ഇന്ന് കാണുന്ന ഈ അലോസരങ്ങൾക്കൊക്കെ കൃത്യമായ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തിനാണ് ഇവിടെ മുസ്ലിം സമുദായം ഈ വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്നത്? എന്തിനാണ് ഇവിടെ ഈ സമ്മേളനം കൂടിയത്? ഒരു കാര്യം മനസ്സിലാക്കണം, മുസ്ലിങ്ങൾക്ക് വലിയ കനത്ത ഭയമുണ്ട്, ആശങ്കയുണ്ട്. 1528 അയോധ്യയിൽ ബാബരി മസ്ജിദ് നിർമ്മിച്ചു ബാബരി ചക്രവർത്തി. ആർക്കും തർക്കമില്ല. അന്നുമുണ്ട് ശ്രീരാമന്റെ അനുയായികൾ, ശ്രീരാമദേവന്റെ അനുയായികൾ അന്നുമുണ്ട്, UP-യിലുണ്ട്. പക്ഷെ ആർക്കും തർക്കമില്ല. കാരണം അന്നത്തെ ആളുകൾക്ക് അതിൻ്റെ യാഥാർത്ഥ്യം അറിയാം. അതുകൊണ്ട് 1528
1828 നിർമ്മിതമായ പള്ളിയില് 1858 വരെയും ഒരു തർക്കവും ഇല്ലാർക്കും. മുസ്ലിങ്ങൾ ബാങ്ക് വിളിച്ചു, നമസ്കരിച്ചു, ഖുർആൻ പാരായണം ചെയ്തു, ഇബാദത്തുകൾ ചെയ്തു, ഒരു തർക്കമില്ല. 3 നൂറ്റാണ്ട് പിന്നിടുമ്പോഴും. അതിനുശേഷമാണ് എന്തോ ഒരു വ്യാജ ആരോപണം പറഞ്ഞിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വന്നപ്പോൾ അന്ന് ബ്രിട്ടീഷുകാരൻ്റെ ഭരണമാണ്. ആ പ്രശ്നത്തിന് ഒരു വിരാമമിടാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു മതിൽ കെട്ടി, പള്ളിയുടെയും ശംഭൂത്രയുടെയും ഇടയ്ക്ക്. പള്ളിയിൽ മുസ്ലിങ്ങൾ ആരാധന നടത്തിക്കോ, ഇവിടെ ശ്രീരാമ ഭക്തന്മാർ ഇവിടെ പൂജ നടത്തിക്കോ, വഴക്കുണ്ടാക്കരുത്. ആ ബ്രിട്ടീഷുകാരൻ്റെ ഒരു മധ്യസ്ഥയായിരുന്നു. അത് പിന്നിട്ടു. 1959 ആയപ്പോഴേക്കും കുറച്ചുകൂടെ രൂക്ഷമാക്കി വിഷയം. അന്ന് ഫൈസാബാദിലെ ഒരു ഗവർണർ KK നായർ എന്ന ഒരു ഗവർണർ, അദ്ദേഹത്തിന്റെ സപ്പോർട്ട് വഴിയാണ് ശ്രീരാമ വിഗ്രഹം ഒരു അർദ്ധരാത്രിക്ക് പള്ളിയിൽ സ്ഥാപിച്ചത്. അതിനുശേഷം ഇന്ത്യയുടെ മതേതരത്വം, ഇവിടുത്തെ പള്ളികളും ക്ഷേത്രങ്ങളും ചർച്ചുകളും ബുദ്ധവിഹാരങ്ങളും ഈ പറയുന്ന ഗുരുദ്വാരകളും ഒക്കെ ഇന്ത്യൻ മതേതരത്വത്തിന്റെ ചിഹ്നങ്ങളാണ്. എന്ന് പറഞ്ഞാലും ഓരോ വെള്ളി നക്ഷത്രങ്ങളാണ്. ഏതെങ്കിലും ഒന്ന് തകർക്കപ്പെടുകയോ എതിർക്കപ്പെടുകയോ ചെയ്താൽ അത്രയും ഇന്ത്യയുടെ മതേതരത്വം നശിച്ചു പോവുകയാണ്. 1959 വിഗ്രഹം സ്ഥാപിച്ച അന്ന് ഒരു പ്രശ്നമാണ്. 1992 തകർക്കപ്പെട്ടു. അവിടെ രാമക്ഷേത്രം പണിഞ്ഞു. അതൊക്കെ ഒരു ഗവൺമെന്റ് ചെയ്യാവുന്ന. പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിച്ചേ, ഞാൻ ഈ അടുത്ത് ഒരു ക്ഷേത്രത്തിലെ സമ്മേളനത്തോട് ഉത്സവത്തോടനുബന്ധിച്ച് ഒരു സർവമത സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ ഞങ്ങൾ പലരും ഉണ്ട്. സ്വാമിമാരുണ്ട്, അച്ഛന്മാരുണ്ട്, വലിയ രാഷ്ട്രീയ നേതാക്കളുണ്ട്, ഞാനുണ്ട്, പലരും ഉണ്ട്. ഞാൻ ഒന്ന് ചോദിച്ചു, അല്ല, ഒരു ആത്മനിർവൃതിക്കാണല്ലോ ആരാധനകൾ നടത്തുന്നത്, ഏത് സമുദായമായിരുന്നാലും. മുസ്ലിങ്ങൾ നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിലൂടെ അള്ളാഹുവിനെ കാണുകയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന പൂജ നടത്തുമ്പോഴൊക്കെ ദൈവത്തെ കാണുകയാണ്. മാനസിക നിർവൃതിയാണ് പൂജയുടെ ആരാധനയുടെ ഒക്കെ പരമമായ ലക്ഷ്യം. ഇവിടെ 4 തരത്തിലുള്ള വധങ്ങളിൽ നിന്ന്, ദ്രോഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവരാണ് യഥാർത്ഥമായ ഹിന്ദു. ഭഗവത്ഗീത അങ്ങനെ ഉദ്ഘോഷിക്കുന്നത്. കൈകൊണ്ടുള്ള വധം, നാക്കുകൊണ്ടുള്ള വധം, കണ്ണുകൊണ്ടുള്ള വധം, ഹൃദയം കൊണ്ടുള്ള, മനസ്സുകൊണ്ടുള്ള വധം. അപ്പൊ കൈകൊണ്ടോ കണ്ണുകൊണ്ടോ നാവുകൊണ്ടോ മനസ്സുകൊണ്ടോ അവരേത് വർഗത്തിൽപ്പെട്ടവരാകട്ടെ അവരെ ദ്രോഹിക്കാത്തവരാണ് യഥാർത്ഥമായ ഹിന്ദു. ആണ് ഹിന്ദു ധർമ്മം. ഈ ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്ന, ഭഗവത്ഗീതയിൽ വിശ്വസിക്കുന്ന UP ഒരു സഹോദരന് ഈ മാനസിക നിർവൃതിയോട് ഇവിടെ ഈ പള്ളി പൊളിച്ചെടുത്ത് ആ ക്ഷേത്രത്തിൽ പൂജ നടത്താൻ കഴിയുമോ ചോദിച്ചു. കാരണം നമുക്ക് പലതും കഴിയും, എനിക്ക് പലതും കഴിയും, പക്ഷെ എൻ്റെ മനസാക്ഷി വഞ്ചിക്കാനൊക്കത്തില്ല. മനസാക്ഷി എന്ന് പറയുന്നത് വലുതാണ്. അത് നമസ്കാരത്തരമ്പുള്ള മുസൽമാന്റെയും ചന്ദനക്കുറിയിട്ട ഹൈന്ദവരെയും കുരിശ് കെട്ടിയ ക്രൈസ്തവന്റെയും എല്ലാ മതചിഹ്നങ്ങൾ അണിഞ്ഞവരുടെയും മതമുള്ളവരുടെയും മതമില്ലാത്തവരുടെയും ഒക്കെ മനസ്സിന്റെ ഗതി വടക്ക് നോക്കി യന്ത്രം എവിടെ വെച്ചാലും അതിന്റെ കാന്തസൂചി വടക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന പോലെ നമ്മുടെ മനസാക്ഷി എപ്പോഴും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും ഭാഗത്തേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി, വോട്ട് സമ്പാദിക്കാൻ വേണ്ടി, സാമുദായിക സ്പർദ്ധ വർദ്ധിപ്പിക്കാൻ വേണ്ടി, ജനങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടി മനസാക്ഷിക്ക് വിരുദ്ധമായി ആരും പ്രവർത്തിക്കരുത് എന്നാണ് ഹിന്ദു ധർമ്മം പഠിപ്പിക്കുന്ന ഭഗവത്ഗീത. അത് തന്നെയാണ് ഖുർആനും പഠിപ്പിക്കുന്നത്. ഒരു നിരപരാധി കൊല്ലപ്പെട്ടാൽ ലോകത്തെ മുഴുവൻ ആളുകളും കൊല്ലപ്പെടുന്നതിന് സമാനമാണത്. ഒരു നിരപരാധിയുടെ ജീവൻ ഭദ്രമാക്കിയാൽ ലോകത്തെ മുഴുവൻ ആളുകളെയും ജീവിപ്പിക്കുന്നതിന് തുല്യമാണത്. നീ ഭക്ഷണം കഴിച്ച് അത്താഴം കഴിച്ച് വയറു നിറച്ച് ജീവിക്കുമ്പോൾ അയൽവാസി പട്ടിണി കിടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ ഈ സമുദായത്തിൽപ്പെട്ടവരല്ല. അയൽവാസി എന്ന് പറയുന്നത് ഏത് വർഗത്തിൽപ്പെട്ടവരാകട്ടെ, മനുഷ്യൻ, അയൽവാസിയായ ഒരു മനുഷ്യൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് അത്താഴം കഴിച്ച് ജീവിക്കുന്ന ഒരു മുസൽമാൻ ഈ സൊസൈറ്റിക്ക് പുറത്താണെന്ന് പ്രവാചകൻ കൽപ്പിച്ചു, പ്രഖ്യാപിച്ചു. ഭാരം ചുമക്കുന്ന ഒരു മൃഗത്തെ മെലിഞ്ഞൊട്ടിയ നിലയിൽ കണ്ടപ്പോ
അതിൻ്റെ ഉടമസ്ഥനെ വിളിച്ചിട്ട് താക്കീത് ചെയ്തു, നീ നീതി പുലർത്തണം ഈ മൃഗത്തോട്, അതിനെക്കൊണ്ട് ജോലി ചെയ്യിക്കാൻ അതിന് കൃത്യമായ ആഹാരവും ഭക്ഷണവും കൊടുക്കണം എന്ന്. ഒരു തെറ്റുകാരിയായ ഒരു പെണ്ണ് ഒരു തെരുവു നായ്ക്ക് വെള്ളം കോരി കൊടുത്ത കാരണത്താൽ അവിടെ എല്ലാ പാവങ്ങളും പുറത്തു കൊടുക്കപ്പെട്ടു, അവിടെ സ്വർഗത്തിന്റെ അവകാശിയായി എന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചു. അതാണ് നീതി. ആ തരത്തിലുള്ള ജീവിതമാണ് മനുഷ്യ സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാകേണ്ടത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സംസ്കാരം നമസ്കാരത്തഴമ്പുള്ള മുസൽമാനും ചന്ദനക്കുറിയിട്ട ഹൈന്ദവരും കുരിശ് കെട്ടിയ ക്രൈസ്തവരും ദാടിയും തലപ്പാവുമുള്ള സിഖുകാരും അതോടൊപ്പം തന്നെ ബുദ്ധമതനും ജൈനനും മതമുള്ളവരും മതമില്ലാത്തവരുമൊക്കെ ഏകോദര സഹോദരങ്ങളായി പരസ്പരം ഗ്രഹിക്കാതെ അവർ തോളൊരുമി ജീവിക്കണം. അതാണ് ഇന്ത്യയുടെ സംസ്കാരം. അതാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത്. ഒരു മതവും തമ്മിൽ കലഹിക്കാനും അടിക്കാനും പഠിപ്പിക്കുന്നില്ല. എല്ലാ മതങ്ങളും പരസ്പരം സ്നേഹിക്കാനും അടുക്കാനുമാണ് പഠിപ്പിക്കുന്നത്. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സംസ്കാരം. അതാണ് മഹാമുനിമാർ പറഞ്ഞ്, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ലോക സംസ്ഥാ സുഖനോ ഭവന്തു. അവരുടെ സംസ്കാരം അതായിരുന്നു. അതാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന ഇവിടുത്തെ ജനാധിപത്യ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾക്കൊക്കെ മാതൃകയാണ് നമ്മുടെ ഭരണഘടന. ആ ഭരണഘടന നിലനിൽക്കണം, അതിൻ്റെ അന്തസ്സാരത്ത് നിലനിൽക്കണം. ഭരണഘടനയുടെ മൗലികാവകാശം രാജ്യത്തെ ഏതൊരു പൗരനും അവൻ ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അവകാശം നൽകുന്നു. മൗലികാവകാശ തത്വം 25-26 വകുപ്പുകൾ. യഥാർത്ഥത്തിൽ മതമനുസരിച്ച് ജീവിക്കുക മാത്രമല്ല, മതപ്രബോധനവും പൗരന്റെ മൗലികാവകാശമാണെന്ന് പ്രഖ്യാപിച്ച ഒരേ ഒരു ഭരണഘടന ഇന്ത്യൻ ഭരണഘടന മാത്രമാണ്. അതിനൊക്കെ വിരുദ്ധമില്ല. ഇപ്പൊ എന്തിനാ ഈ പൊല്ലാപ്പിനൊക്കെ ഗവൺമെന്റ് തയ്യാറാകുന്നത്? രാജ്യത്തെ ജനങ്ങളെ സേവിക്കാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അമേരിക്കയിൽ തന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ അനധികൃത കുടിയേറ്റക്കാരെ ഇങ്ങനെ കെട്ടി അയക്കരുത്, അവരുടെ കാലിൽ ചങ്ങല വെക്കരുത്, അവരുടെ കയ്യിൽ വിലങ്ങ് വെക്കരുത്, അവർ ജീവിച്ചെടുത്ത് ജീവിച്ചുകൊള്ളട്ടെ എന്ന് പറയേണ്ട അതല്ലേ നമ്മുടെ നയം. ഇപ്പൊ ഞങ്ങള് മുനമ്പം സമരം ചെയ്യുന്നു. അതായത് അവിടെ ഫറൂഖ് കോളേജിന് സീതി സാഹിബ് ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചവർ കുറേ നല്ല കണ്ണായ വസ്തുക്കൾ ഒക്കുമി ചെയ്തു. പല സമ്പത്തും അവർ ഒക്കുമി ചെയ്തു. വിദ്യാഭ്യാസത്തെ തെക്കേ ഇന്ത്യയിലെ അൽ അസ്ഹർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വിദ്യാലയമാണ് ഫറൂഖ് കോളേജ്. അവിടെ നമ്മുടെ ഈ കൊച്ചിക്കാരനായ മേമൻ സേട്ട്, അതായത് നമ്മുടെ ഇബ്രാഹിം സുലൈമാ സേട്ടിന്റെ ഒരു കുടുംബ കോതറകമാണ്. ആ വിഭാഗത്തിൽപ്പെട്ടതാണ് മേമൻസ് എന്ന് പറയും, കച്ച് മേമൻസ്. അതിൽപ്പെട്ട ഒരാളാണ് മുഹമ്മദ് സിദ്ദീഖ് സേട്ട്. 404 ഏക്കർ 76 സെന്റ് ഒക്കുഫ് ചെയ്തു. അത് അടുത്ത കാലത്ത് എന്തെല്ലാം വിവാദങ്ങൾ. ഒക്കുഫ് അല്ല എന്ന് തന്നെ പറയുന്നത് പരവൂർ സബ് കോടതിയിൽ അത് ഒക്കുഫാണെന്ന് 4 പ്രാവശ്യം സത്യവാങ്മൂലം സമർപ്പിച്ച ഫറൂഖ് കോളേജുകാർ ഇപ്പൊ പറയുന്നത് ഒക്കുഫല്ലെന്ന്. ഞാൻ കമ്മീഷന്റെ മുമ്പിൽ പറഞ്ഞു, ഞങ്ങളുടെ സമുദായത്തിന്റെ 1-ാം പ്രതി ഫറൂഖ് കോളേജാണെന്ന്. ഒരു അമാനത്ത് അവരെ ഏൽപ്പിച്ചപ്പോ അത് അവർ സൂക്ഷിച്ചില്ല, കൈകാര്യം ചെയ്തില്ല. അപ്പൊ നമ്മള് അതിനുവേണ്ടി ഈ പറയുന്ന ശബ്ദിക്കുമ്പോഴൊക്കെ ഒന്ന് പറയാറുണ്ട്, അവിടുത്തെ കുടികിടപ്പുകാരെ മാന്യമായി പുനരധിവസിപ്പിക്കണം. ഗവൺമെന്റ് അതിന് മുന്നോട്ട് വരുമ്പോൾ മുസ്ലിം സമുദായം നെടല് പോലെ ഗവൺമെന്റിനോടൊപ്പം നിൽക്കും. എന്നിട്ട് വേണം ഒക്കെ സംരക്ഷിക്കേണ്ടത്. അത് നമ്മുടെ നീതിയാണ്. അങ്ങനെ ചെയ്യാവൂ. കമ്മീഷനോടും അത് തന്നെ പറഞ്ഞേ, ഗവൺമെന്റിനോടും അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഒക്കുവ് സംരക്ഷിക്കപ്പെടുന്നത് നിർബന്ധമാണ്. ഇവിടെ മരടിൽ കുറെ ഫ്ലാറ്റുകൾ പൊളിച്ച്, അവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണ്, കായലിൽ നിന്ന് നിശ്ചിത ദൂരം പാലിക്കാതെയാണ് ആ ഫ്ലാറ്റുകൾ ഉണ്ടാക്കിയത്. അപ്പോൾ സാങ്കേതികത്വത്തിനെതിരാണ്, അതുകൊണ്ട് പൊളിക്കണമെന്ന് പറഞ്ഞു. പൊളിക്കപ്പെട്ടു. ചെയ്തതിനേക്കാൾ കൂടുതൽ കാശ് പൊളിക്കാൻ ചെലവഴിച്ചു എന്നാണ് കേൾക്കുന്നത്. ഞാനും ആ സമരത്തിൽ പോയൊന്ന് പ്രസംഗിച്ചയാളാണ്. പക്ഷെ എന്താ സംഭവം? അവർ സാങ്കേതികത്വം സംരക്ഷിക്കലാണ്. ഇവിടെ മുനമ്പത്ത് അതല്ല, മുനമ്പത്തൊരു നിയമം പരിരക്ഷിക്കലാണ്. അപ്പോൾ സാങ്കേതികത്വത്തിന് വേണ്ടി ഇത്രയും വലിയ നഷ്ടം സഹിച്ചെങ്കിൽ ഇവിടെ നിയമം പരിരക്ഷിക്കാൻ വേണ്ടി അവരെ പുനരധിവസിപ്പിക്കണം. അതിന് കേരളത്തിൽ നോംസ് ഉണ്ട്. കരുണാകരൻ സാറിന്റെ ഗവൺമെന്റിന്റെ കാലത്താണ് നിലയ്ക്കൽ പ്രശ്നം ഉണ്ടായത്. അപ്പൊ നിലയ്ക്കൽ പ്രശ്നം ഉണ്ടായപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭൂമിയിൽ ഒരു സമുദായം കയ്യേറി. അപ്പോൾ പ്രശ്നമായപ്പോൾ അദ്ദേഹം നിലയ്ക്കൽ
അവർക്ക് കുറെ സ്ഥലം പതിച്ചു കൊടുത്തിട്ട് അവരുടെ മതചിഹ്നങ്ങളൊക്കെ മാറ്റിച്ചു, പ്രശ്നം ശാന്തമാക്കി. അപ്പൊ ദേവസ്വം ഭൂമിയും വഖഫ് ഭൂമിയും ബഹുമാനപ്പെട്ട ഗവൺമെന്റ് രണ്ടായി കാണരുത്, ഒന്നായി തന്നെ കണ്ട് അതിനെ സംരക്ഷിക്കണം എന്ന് മാത്രമാണ് നമ്മുടെ ആവശ്യം. ഇത് ന്യായവിരുദ്ധമാണെന്ന് ആരും പറയത്തില്ല, ന്യായമാണ്. മാത്രമല്ല, ഇവിടെ തിരുക്കൊച്ചി മന്ത്രിസഭയിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ബഹുമാന്യനായ ശ്രീ PT ചാക്കോ അദ്ദേഹം ഇത് വഖഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിച്ചു. അസംബ്ലിയുടെ പഴയ ലൈബ്രറി നോക്കിയാൽ ഇത് കാണാൻ കഴിയും. 67 ബഹുമാനപ്പെട്ട EMS നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭയിൽ ഇവിടെ മിച്ചഭൂമിയും കുടികിടപ്പ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പതിച്ചു കൊടുത്തു. അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി, നിയമവകുപ്പ് മന്ത്രിയായിരുന്ന KR ഗൗരി അമ്മ ഇവിടുത്തെ കുടികിടപ്പുകാർക്ക് പതിച്ചു കൊടുത്തില്ല. കാരണം അത് വഖഫ് ഭൂമിയാണ്, പതിച്ചു കൊടുക്കാൻ സാങ്കേതികമായി എനിക്ക് നിയമ തടസ്സമുണ്ട് എന്ന് അവർ പറഞ്ഞു. കേരള അസംബ്ലിയിൽ രേഖയുണ്ട്. ഈ 15ാം നിയമസഭയുടെ 7ാം സമ്മേളനത്തിൽ ഡിസംബർ 22 മുസ്ലിം ലീഗിന്റെ MLA KP മജീദ് സാർ ഉൾപ്പെടെയുള്ള 4 പേര് ഒരു ചോദ്യം ഉന്നയിച്ചു. സിറായി വഖഫ് ഭൂമിയെ സംബന്ധിച്ച്, മുനമ്പം വഖഫ് ഭൂമിയെ സംബന്ധിച്ച്. ഇന്നത്തെ വഖഫ് വകുപ്പ് മന്ത്രി ജനാബ് V അബ്ദുറഹ്മാൻ അതിന് മറുപടി പറഞ്ഞത് അത് വഖഫ് ഭൂമിയാണെന്ന്. അപ്പൊ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും പരൂർ സബ് കോടതിയും ഒക്കെ തന്നെ ഈ പറയുന്ന തിരുക്കൊച്ചി മന്ത്രിസഭ മുതൽ ഇങ്ങോട്ട് ഇപ്പോഴത്തെ ഈ 15ാം നിയമസഭയുടെ 7ാം സമ്മേളനം വരെയും അത് വഖഫാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എന്തിനാണ് ഇവിടെ കമ്മീഷന്റെ ആവശ്യം? എന്തിനാണ് ഒരു പഠനത്തിന്റെ കാര്യമുള്ളത്? അതങ്ങ് സംരക്ഷിച്ചാൽ പോരെ, അത് എത്രയേ ഉള്ളൂ. അതിനകത്ത് കുടികിടപ്പുകാരെ മാന്യമായി പുനരധിവസിപ്പിക്കണം. ഇവിടെ കൂട്ടിക്കൽ പ്രശ്നം ഉണ്ടായപ്പോ ഞങ്ങള് 10-11 വീടാണ് ഉണ്ടായി കൊടുത്തത്. അതുപോലെ ഈ പറയുന്ന മുൻപത്തെ ആരെങ്കിലും ഒഴിവാക്കപ്പെടുന്നെങ്കിൽ അവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ മുസ്ലിം സമുദായം ഗോൾമുഖത്തുണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. നമ്മൾ ത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ ഇടയിലൊന്നും യാതൊരു വ്യത്യാസവുമില്ല. അങ്ങനെ വ്യത്യാസം കൽപ്പിക്കാൻ പാടില്ല. മനുഷ്യത്വത്തിലാണ് വില, മാനുഷിക മൂല്യങ്ങൾക്കാണ് വില കൽപ്പിക്കേണ്ടത്, നീതിക്കാണ് വില, ഈ ധർമ്മത്തിനാണ് വില കൽപ്പിക്കേണ്ടത്. ഇപ്പോ പാർലമെന്റ് രാജ്യസഭ പാസാക്കി. JPCയിൽ ഇവിടെ നമ്മുടെ കുന്നത്തൂരിന്റെ ബഹുമാനപ്പെട്ട MP കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹം 8ാമത്തെ പ്രാവശ്യമാണ് ലോകസഭയിൽ MP ആകുന്നത്. ഇപ്പൊ പ്രോട്ടേം സ്പീക്കറെ എടുത്തപ്പോ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനാണ് എടുക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ജൂനിയറെയാണ് പ്രോട്ടേം സ്പീക്കറായിട്ട് എടുത്തത്. അത് കേരളത്തോട് കാണിച്ച ഒരു അവഗണനയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് പ്രോട്ടേം സ്പീക്കറായിട്ട് ഈ MP-മാർക്കെല്ലാം സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടതാണ്. അത് ചെയ്തില്ല. അത് കേരളത്തോടുള്ള ഒരു അവഗണന എന്നേ മനസ്സിലാക്കാൻ കഴിയും. അത് ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ കൊല്ലത്തിന്റെ തന്നെ മന്ത്രി രാജഗോപാൽ സാറ് എത്ര പ്രാവശ്യം പറഞ്ഞു ഞങ്ങളെ അവഗണിക്കും എന്ന്, സ്വാഭാവികമായി. അപ്പൊ അതുപോലെ ഇതിപ്പോ കേരളത്തിന്റെ പ്രശ്നമല്ല, ഇന്ത്യയുടെ മൊത്തം പ്രശ്നമാണ്. എന്തിനാണ് വഖഫ് ബോർഡ്? അത് ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതല്ലേ, അതിനൊരു നിയമമില്ലേ? ഞാൻ 5 വർഷം വഖഫ് ബോർഡിൽ അംഗമായിരുന്നയാളാണ്. പെരുമ്പടപ്പ് മുതൽ. അപ്പൊ എന്താണ് വഖഫ്? വാക്കിലൂടെ വഖഫ് ചെയ്യാം, ഉപയോഗത്തിലൂടെ വഖഫ് ചെയ്യാം. അതിനൊരു ഡീഡ്, ഒരു പ്രമാണം ആവശ്യമില്ല, നിയമമില്ല. അത് പിന്നെ ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലാണ് പ്രമാണമൊക്കെ ഇടുന്നത്. ഇപ്പൊ സ്വാഭാവികമായി അങ്ങനെ വഖഫ് ചെയ്യപ്പെട്ട ധാരാളം ഭൂമികൾ 4000 ഏക്കർ മുതൽ 400 ഏക്കർ വരെ ഉള്ള വഖഫുകൾ ധാരാളമുണ്ട്, വാക്കാൽ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇവിടുത്തെ പുതിയ ഭേദഗതി 44 ഭേദഗതിയാണ്. അതിനെതിരായി JPCയിലെ പ്രതിപക്ഷ അംഗങ്ങൾ ശബ്ദം അംഗീകരിച്ചില്ല, ചെയർമാൻ. മാത്രമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട MP കുന്നത്തൂർ MP കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന്റെ ഒരു ഭാഗത്ത് ഞങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി, മുഖ്യധാരാ സംഘടനാ നേതാക്കളെ. അതിനെ സംബന്ധിച്ച് അദ്ദേഹം അഭിപ്രായങ്ങൾ സ്വരൂപിച്ചു. അദ്ദേഹം JPCയിൽ പോയിട്ട് അത് അവതരിപ്പിച്ചു. കേരളത്തിലെ സംഘടനകളുടെ അഭിപ്രായം ഒക്കെ മുഖവിലക്കെടുത്തില്ല, എടുക്കാതെയാണ് ഇത് അവതരിപ്പിച്ച് രാജ്യസഭ അംഗീകരിച്ചു. ഇനി ലോകസഭയും അംഗീകരിച്ചു കഴിഞ്ഞു. ഇതൊക്കെ വരുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കാൻ പോണത്?
നേരത്തെ ഇവിടെ പറഞ്ഞു ഞങ്ങൾ അംഗീകരിക്കത്തില്ല. അങ്ങനെയല്ല, രാജ്യത്തിന്റെ ഫെഡറൽ നിയമം നമ്മൾ അംഗീകരിക്കണം. അത് രാജ്യത്തോടുള്ള സ്നേഹമാണ്. ആരെങ്കിലും ഏതെങ്കിലും ഒരു ഗവൺമെന്റ് എന്തെങ്കിലും ഒരു അബദ്ധം കാണിച്ചാൽ അതിന്റെ പേരിൽ നമ്മൾ കലഹം സൃഷ്ടിക്കാൻ പാടില്ല. അതിനെ നമ്മൾ നിയമപരമായി എതിർക്കണം. അതിനിപ്പോ ദക്ഷിണ കേരള ജമിയത്തുലുമ ആരുമായിട്ടും സഹകരിക്കാൻ തീരുമാനമെടുത്തു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ച് ഈ നിയമം അസ്ഥിരപ്പെടുത്താൻ ആവശ്യപ്പെടാൻ ഫയൽ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം നിയമപരമായിട്ടാണ് കാര്യങ്ങൾ നമ്മൾ നേരിടേണ്ടത്. ഇവിടെ ജുഡീഷ്യറി ഉണ്ട്, എക്സിക്യൂട്ടീവിന് മുകളിലാണ് ജുഡീഷ്യറി. അപ്പം സ്വാഭാവികമായിട്ട് ജുഡീഷ്യറിയെ നമ്മൾ സമീപിക്കണം, ജുഡീഷ്യറിയുടെ തീരുമാനം അംഗീകരിക്കണം. അത് ചിലപ്പോൾ ചില താല്പര്യമൊക്കെ അതിനകത്ത് കാണിക്കാറുണ്ട്. അതൊക്കെ സ്വാഭാവികമായി നമുക്ക് സഹിച്ചേ പറ്റത്തുള്ളൂ. സ്ഥിതി എന്ന് പറഞ്ഞാൽ ആദർശം ബലികൽപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഉറച്ച ആദർശം, ഒരുമയുള്ള സമൂഹം, ഉറച്ച ആദർശം. നമ്മുടെ ആദർശത്തിൽ നിന്ന് ഒരു സമുദായക്കാരും അവരവരുടേതായ ആദർശത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല. ആദർശത്തിൽ ഉറച്ചു നിൽക്കണം. അതോടൊപ്പം ഒരുമയുള്ള ഒരു സമൂഹം. ഞാൻ നേരത്തെ ആവർത്തിച്ച് ഞാൻ പറയുന്നു, നമസ്കാരത്തൻപുള്ള മുസൽമാനും ചന്ദനക്കുറിയിട്ട ഹൈന്ദവനും കുരിശ് കെട്ടിയ ക്രൈസ്തവരും താടിയും തലപ്പാവുമുള്ള സിഖുകാരും മതമുള്ളവരും മതമില്ലാത്തവരുമൊക്കെ ശ്രീബുദ്ധൻ നടന്നു പോകുമ്പോൾ അദ്ദേഹം അറിയാതെ ഒരു എറുമ്പിനെ ചവിട്ടി. ഞാനൊരു എറുമ്പിനെ ചവിട്ടി എന്ന് മനസ്സിലാക്കിയാൽ തിരിഞ്ഞു നോക്കുമ്പോൾ എറുമ്പിങ്ങനെ കാല് പിടിക്കുന്നു, ചത്തുപോയി. ശ്രീബുദ്ധൻ ഒരു എറുമ്പിനെ അറിയാതെ ചവിട്ടി നോവിച്ചതിന്റെ അതിന്റെ പ്രതിവിധിയായിട്ട് അതിന്റെ പ്രായശ്ചിത്തമായി 3 മാസം അദ്ദേഹം തപസ് ചെയ്തു. ഒരു എറുമ്പിനെ അറിയാതെ ചവിട്ടി നോവിച്ചതിന് 3 മാസം തപസ് ചെയ്ത ശ്രീബുദ്ധന്റെ സംസ്കാരമുള്ള ഒരു രാജ്യത്ത് ആരെങ്കിലും സാമുദായിക സംഘർഷം ഉണ്ടാക്കുവോ? ആരെങ്കിലും ഈ പറയുന്ന സ്നേഹത്തിനും ധർമ്മത്തിനും എതിര് പ്രവർത്തിക്കുമോ? ഏതെങ്കിലും ആരാധനാലയങ്ങൾക്ക് ഭംഗം വരുത്തുമോ? ഏതെങ്കിലും ഇസ്ലാമിന്റെ നിയമം ഒരു ആരാധനാലയം നമ്മുടേതല്ലാത്ത ഒരു ആരാധനാലയത്തിന്റെ നേർക്ക് പരിഹാസത്തോടുകൂടി നോക്കാൻ പാടില്ല. അങ്ങനെ നോക്കിയാൽ അവൻ ഈ സൊസൈറ്റിയിൽ നിന്ന് പുറത്താണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. വലാ തസ്ബുല്ലദീന യദൂന മിൻ ദൂനില്ല, പരിശുദ്ധ ഖുർആനാണ്. അപ്പൊ സ്വാഭാവികമായി ഓരോ സമുദായവും അവരവരുടേതായ ആദർശങ്ങൾ കാത്ത് സൂക്ഷിക്കുമെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് രാഷ്ട്രീയ നേട്ടം, ലാഭം. അതിനാരെ തേജോവധം ചെയ്യണമെങ്കിലും എന്ത് നിയമം കൊണ്ടുവരണമെങ്കിലും കൊണ്ടുവരിക, രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുക, ഭരണ സ്ഥിരീകരണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് ഇന്ത്യയുടെ സംസ്കാരത്തിന് നിരക്കുന്നതല്ല. ഇന്ത്യയുടെ സംസ്കാരം മറ്റൊന്നാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി സൗദി അറേബ്യ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ യമാമ കൊട്ടാരത്തിലേക്ക് അറബി കുട്ടികൾ സ്വാഗതം ചെയ്തത് മർഹബൻ ബിർ റസൂൽ, മർഹബൻ ബിർ റസൂൽ എന്ന അറബി സ്വാഗതഗാനം ആലപിച്ചുകൊണ്ടാണ്. സമാധാനത്തിന്റെ വിവിധ മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സംഗമഭൂമിയായ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണത്തലവന് സ്വാഗതം എന്ന് പറഞ്ഞിട്ടാണ് സൗദി കൊട്ടാരത്തിലേക്ക് അദ്ദേഹം സ്വാഗതം ചെയ്യപ്പെട്ടത്. നമ്മുടെ വിദേശത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ കൈമുതൽ അത് തന്നെയാണ്. അറബികൾക്ക് എണ്ണയുണ്ട്, യൂറോപ്യന്മാർക്ക് അതിൻ്റെ സമ്പത്തുണ്ട്. പക്ഷെ നമുക്കുള്ള നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ മതേതരത്വമാണ്, നമ്മുടെ മതനിരപേക്ഷതയാണ്, നമ്മുടെ ദേശീയതയാണ്, നമ്മുടെ ഭരണഘടനയുടെ അന്തസ്സാരത്വമാണ്. അത് സംരക്ഷിക്കണം. ഇപ്പോൾ പാസ്സാക്കുന്ന ഈ വഖഫ് ഭേദഗതി ബില്ല് ഭരണഘടനയെ നശിപ്പിക്കുന്നതാണ്, ഭരണഘടനയെ കഴുത്തിൽ കത്തിവെക്കുന്നതാണ്. പൗരത്വ ഭേദഗതി ഭരണഘടനയെ തകർക്കുന്നതാണ്. ഏക സിവിൽ കോഡ് ഈ ഭരണഘടനയുടെ മൗലികാവകാശ തത്വങ്ങളും മാർഗദർശനങ്ങളും ഇത് തമ്മിൽ എതിരായാൽ മൗലികാവകാശ തത്വത്തിനാണ് പ്രസക്തിയുള്ളത്. അപ്പൊ അത് മാർഗദർശനത്തിൽ ഏതെങ്കിലും ഒന്ന് കണ്ടിട്ട് അത് നടപ്പിലാക്കുമെന്ന് പറയുന്ന പിടിവാശി ഒരു സമുദായത്തോട് കാണിക്കുന്ന വലിയ അക്രമമാണ്. ഞാൻ ഒന്ന് പറയുന്നു, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളായി തന്നെ ജീവിക്കും, മുസ്ലിങ്ങളായി തന്നെ മരിക്കും, മുസ്ലിങ്ങളായി തന്നെ കബറടക്കം ചെയ്യപ്പെടും. ആ ആദർശത്തിൽ നിന്ന് അണുകട വ്യതിചരിക്കാൻ ആര് എന്ത് നിയമം കൊണ്ടുവന്നാലും ഇവിടുത്തെ മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രാജാതിരാജനായ മലിക്കുൽ മുലൂക്കായ അല്ലാഹുവിന്റെ നാമത്തിൽ ഈ മഹാസമ്മേളനം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക.